എട്ടും എട്ടും 16ന്റെ പണി കിട്ടിയ ഒരു ബ്ലൗസാണ് കേട്ടത്. അപ്പൊ നമുക്കൊരു ബ്ലൗസും സാരിയാണ് ചെയ്യാനുള്ളത്. സാരിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ ഈ ഒരു ബ്ലൗസ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് സമയം എടുത്തു കേട്ടോ. കാരണം ഫുള്ള് ബീഡ്സ് വർക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പൊ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് കളയണം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ കണ്ണിലും ചെവിയിലും മൂക്കിലും ഒക്കെ പോവും. കാരണം കണ്ണ് അടച്ചു പിടിച്ചിട്ട് വേണം. കാരണം ഒരു തവണ എനിക്ക് കണ്ണിൽ പോയി പണി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ബീഡ്സ് ഒക്കെ പൊട്ടിച്ച് ഒരു വിധത്തില് സ്റ്റിച്ചിങ് പകുതിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയും കൂടി ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ. ഇന്ന് തീരുന്ന യാതൊരു ഉറപ്പില്ല, എന്നാലും ഇരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതിനകത്ത് ബീഡ്സ് ആണ് ഈ കിടക്കുന്നത് മുഴുവനും. ഇത് താഴെ വീണാലും കുഴപ്പമാണ്, കാരണം നമ്മുടെ കാലിൽ കയറാനും ഒക്കെ ചാൻസ് ഉണ്ട്. എനിക്ക് 2-3 തവണ കാലിൽ കയറിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ ബ്ലൗസ് ഒക്കെ പകുതിയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി പരിപാടി നാളെ രാവിലെയാണ് നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. എല്ലാം കവറിലാക്കി പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് കേട്ടോ ഇതിന്റെ സാരി വരുന്നത്. നല്ല വിസ്കോസ് ജോർജറ്റിൽ വരുന്ന ഒരു സാരിയാണ്. അതിനകത്ത് ചെറിയൊരു സീക്വൻസിന്റെ ഒരു ലൈൻസ് ഇതിനകത്ത് പോകുന്നുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ലൊരു സാരിയാണ്. നമ്മളിത് ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പിറ്റേ ദിവസം അതിന്റെ പണിപ്പുരയിലാണ്. അപ്പൊ നമുക്ക് കൈ സൈഡ് ഒരു നിലയ്ക്കും നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നൂലും സൂചിയും വെച്ചിട്ട് തുന്നി കൊടുക്കാണ് കേട്ടോ സൈഡ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും ബീഡ്സ് നിറഞ്ഞിരിക്കുമായിരുന്നു. ഒരു കണക്കിന് നമ്മൾ സൈഡൊക്കെ തുന്നി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബ്ലൗസിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. മുകളിലേക്ക് നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രാൻസ്പെറന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കും ട്രാൻസ്പെറന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വി ഷേപ്പിൽ ട്രാൻസ്പെറന്റ്. സ്ലീവിലാണ് ഹെവി ആയിട്ട് ഇതിന്റെ വർക്ക് വരുന്നത്. അപ്പൊ ഈ വൺ സൈഡ് സ്കാലപ്പ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ആ സ്കാലപ്പ് വരുന്ന ഭാഗം സ്ലീവിലേക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക് വരുന്നത്. ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് സിബ് വയ്ക്കാൻ ഒരു തരത്തിലും മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് ഇതിന്റെ ബാക്ക് ട്രാൻസ്പെറന്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ വീഡിയോന്റെ. ഇതാണ് കസ്റ്റമർ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ.